ലഹരി നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാരിന് കുറ്റകരമായ ഉദാസീനതയെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ പ്രതികരിക്കാത്ത നിർഭാഗ്യകരമായ സാഹചര്യമുണ്ട് എന്ന് മന്ത്രി 24-നോട് പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്കിന് കുറവില്ല എന്നാണ് എക്സൈസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാരക ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവർ പോലും നിയമത്തിലെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്നത് വലിയ ചർച്ചയായിരുന്നു. പിന്നാലെയാണ് നിയമ ഭേദഗതിക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നില്ലെന്നും വിഷയം പാർലമെന്റിൽ ഉയർത്തണമെന്നും മന്ത്രി എം പി രാജേഷ്. നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കാനാവില്ല. പാർലമെന്റാണ് നിയമം പാസ്സാക്കിയിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് വേണം നിയമ ഭേദഗതി കൊണ്ടുവരാൻ. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണം പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മറ്റു ചില ഭേദഗതികൾ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് NDPS ആക്ടിൽ. അതൊന്നും കേന്ദ്രം കണ്ട ഭാവം നടിക്കുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിർത്തിയിൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും സ്കൂളുകളിലെയും കോളേജുകളിലെയും ലഹരി ഉപയോഗം തടയാൻ പ്രത്യേക വിവരശേഖരണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്തത് 2956 ലഹരി കേസുകൾ. അറസ്റ്റിലായവരുടെ എണ്ണം 2879. 2024 ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കാണിത്. പിടിച്ചെടുത്തത് 1862 കിലോ കഞ്ചാവ്, 5 കിലോയോളം ഹാഷിഷ് ഓയിലും എക്സൈസ് പിടിച്ചു. എക്സൈസ് പിടിച്ചെടുത്ത സിന്തറ്റിക് ഡ്രഗിനും കുറവില്ല. ഇക്കാലയളവിൽ പിടികൂടിയത് 1.6 കിലോഗ്രാം MDMA. മാരക ലഹരി മരുന്നായ LSD മുൻ വർഷങ്ങളിലേക്കാൾ കൂടുതൽ പിടികൂടിയവയിൽ 1.5 കിലോ മെറ്റഫെറ്റാമിനും 1.25 കിലോ നെട്രോസെപ്പാം ഗുളികയുമുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.